തളർന്നു കിടന്ന അറബിനെ വരെ എണീപ്പിച്ച് ഓടിച്ച ഒരാളുടെ നമ്മുടെ നാട്ടില് അവിടെ കാണുമ്പോൾ മാട്ടിൽ മാളിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. പുനർജനി എന്നത് പറഞ്ഞത് പുനർജന്മം കൊടുക്കുന്നത് പോലെയാണ്. മനസ്സിലായി? തളർന്നു പോയ മനസ്സിനെ നമ്മൾ വീണ്ടെടുക്കണം. ആ പഴയ മനസ്സിലേക്ക് നമ്മുടെ അവരുടെ ടെൻഷൻ മാറ്റി, ഫാമിലി ഇഷ്യൂസ് ഒക്കെ മാറ്റിയിട്ട് പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ പുനർജനിക്കുക എന്നുള്ളതല്ല. ആ തിരിച്ചു വരാൻ പറ്റാത്തൊരു ജീവിതത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ ഇത് ഒഴിവാക്കം ചെയ്ത് നമ്മൾ ആ ജീവിതത്തിൽ നിന്ന് ശൈലിയിൽ മാറ്റി നമ്മളെ പഴയ ചിന്തയിലേക്ക് മാറ്റുന്ന ഒരു സിസ്റ്റം കൂടിയാണ് നമ്മൾ പുനർജനി. അതാണ് നമ്മുടെ പ്രത്യേകത. മരുന്ന് ഇല്ല എന്നതാണ് 100% നമ്മുടെ അടുത്ത വർക്ക്. മരുന്നിന്റെ ആവശ്യമില്ല. നമ്മുടെ എന്തൊക്കെ തരത്തിലുള്ള രോഗങ്ങളും മെയിനായിട്ട് മാറ്റി കൊടുക്കുന്നത്? നമ്മൾ ഇപ്പൊ സ്പെഷ്യലൈസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, പക്ഷെ ഇപ്പോഴത്തെ ഈ യുഗത്തിൽ നമ്മൾ എല്ലാ മനുഷ്യരും ഇപ്പൊ കമ്പ്യൂട്ടർ യുഗത്തിലാണ്. അപ്പൊ ആ ബേസിക്കലി അവരുടെ ജോലി സംബന്ധമായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ യുഗം സ്ട്രെസ് ഇതുപോലെ അതിനൊക്കെ നമ്മുടെ സ്പെഷ്യൽ റൂട്ട് മസാജ് ഹെഡിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും മസാജ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു പ്രത്യേക സംഭവം നമ്മൾ റൂട്ട് കൈകാര്യം ചെയ്തിട്ടാണ്. അതിന് കൃത്യമായിട്ടുള്ള വെയിലുണ്ട്, അതിന്റെ ഓരോ ഭാഗങ്ങളുണ്ട്, അതിന് മർമ്മ പോയിന്റുകളുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ് കുറയും, കണ്ണിന്റെ കാഴ്ചശക്തി കൂടും, ടെൻഷൻ ഇതൊക്കെ നമുക്ക് റിലീഫ് ചെയ്യും. ഇതൊക്കെ എത്ര ദിവസത്തെ ടൈം എടുക്കും ഇതിപ്പോ നമ്മള് ഒരു ഒറ്റ ദിവസത്തെ കോഴ്സാണ് ഇപ്പൊ ഈ ഹെഡിൽ ചെയ്യുന്നത്. അത് 1 മണിക്കൂറാണ്. ആ 1 മണിക്കൂർ ചെയ്യുമ്പോഴത്തേക്കും ആള് ശരിക്കും പറയുകയാണെങ്കിൽ നല്ല റിലീഫാവും. അന്നത്തെ ദിവസം എല്ലാം ഒരു 7 ദിവസത്തേക്ക് അതിന് കൃത്യമായിട്ട് ഫീൽ ഉണ്ടാവും. പിന്നെ നമ്മളെന്താ പറയാ, പഴയ നമ്മൾ ആദ്യത്തെ ആ രൂപത്തിലാവും അവരുടെ ജീവിതം. ആ സ്ട്രെസ് ഒക്കെ ഒഴിവായിട്ട് ആ മൈൻഡ് ഒഴിവാവും, മൊത്തം റീഫ്രഷ് ആവും. അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ പറഞ്ഞാൽ നമ്മുടെ ഫുഡ് മസാജ് എന്ന് പറയും. ഫുഡ് മസാജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഫുഡ് മസാജ് എന്ന് പറഞ്ഞാൽ ഇതും കൃത്യമായിട്ട് നമ്മുടെ മർമ്മ പോയിന്റുകൾ വെച്ച് നമ്മുടെ അതിന്റെ റിട്ടേൺ സർക്കുലേഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. സാധാരണഗതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് മസാജ് ചെയ്യുമ്പോൾ, സ്പാനിപ്പ് ചെയ്യുമ്പോൾ അത് വേറെ രീതിയാണ്. നമ്മുടെ വേറൊരു ശൈലിയാണ്. ഇത് ചെയ്തിട്ട് ഈ ഫുഡ് മസാജ് ചെയ്തിട്ട് ഇന്നലെ കുറച്ച് ഉറങ്ങി പോയിട്ടുണ്ട്. അപ്പൊ അത്രയും എഫക്റ്റ് ആണ്. ഇപ്പോഴും അവർ ആ പ്രശ്നത്തിൽ പോയപ്പോൾ പറഞ്ഞത് അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ നേരത്തെ വരാന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ റിസൾട്ടാണ് ഓരോ വ്യക്തികളിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മരുന്നില്ലാതെ ഇനിയുള്ള മനുഷ്യർക്ക് നമുക്ക് മറ്റുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മരുന്നില്ലാതെ നമ്മുടെ ട്രീറ്റ്മെന്റ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏത് മനുഷ്യനും ചെയ്യാവുന്ന. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് അതിന്റെ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ ഏത് വ്യക്തിയും നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും. ഇപ്പൊ ഞാനൊരു ജസ്റ്റ് ഒരു ടച്ച് കാണിച്ചു. ഇപ്പൊ നമുക്ക് ഇവിടെ ഇൻ പോർഷനും ഇവിടെ ഔട്ട് എന്ന് പറയുന്ന സെക്ഷനുണ്ട്. ഓരോ വിരലുകൾക്കും അതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഇവിടെ ഇൻ പോർഷൻ തന്നെ തളർത്തിപ്പോ നമ്മുടെ കൈ തണ്ടത്ത് കൽപ്പന പിടിക്കുക, തളർത്തി ഇത് ഇൻ എന്ന് പറഞ്ഞ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ കൈ ഇവിടെ വരെ വന്നു. ഔട്ട് എന്ന് പറഞ്ഞ സെക്ഷൻ എന്ന് ഈ വിരൽ പോകുന്നുണ്ടോ. അപ്പൊ ഇതിലൊക്കെ ഔട്ട് കുറക്കും. അപ്പൊ ഇതിന് മാത്രമേ ഔട്ട് കുറച്ച് ഫോക്കസ് ചെയ്യുന്നു. പിന്നെ ഓരോ വിരലിന്റെ ഫങ്ഷൻസ് കണ്ടോ. ഇതൊക്കെ നമ്മൾ മർമ്മം പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതിനകത്തുള്ള ഓരോ വെയിനും എടുത്തിട്ട് നമ്മളെ ഓരോ വെയിനും കണ്ടോ. ഓക്കെ, ഇവിടെ എല്ലാത്തിനും ഫോക്കസ് ചെയ്താൽ കണ്ടോ. ഈ ഓരോ സെക്ഷനും ഇതിനകത്തേക്ക് നിങ്ങൾ നോക്കിക്കോണം. അവിടെ ക്യാമറ നടത്തി കാണിച്ചിട്ട് കണ്ടോ. ഇതിനകത്ത് നമുക്ക് ഓരോ ഫംഗ്ഷൻ ഉണ്ട്. ഓരോ അതിന് ട്രാക്ക് പഠിക്കണം. അപ്പൊ നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് പഠിക്കണം കേട്ടോ. ചുമ്മാ നിങ്ങൾ ആരും പോയി ചെയ്തിട്ടില്ല. ഇതാണ് ഇതിന്റെ ഒരു ടെക്നിക്ക്. അപ്പൊ ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൈഡിലെ കംപ്ലൈന്റ് പ്രശ്നങ്ങൾ നമുക്കറിയാം. ഈ രീതി വെച്ചിട്ട് തന്നെയായിരിക്കും പാരലൈസ്. അത് നമ്മള് ശരിക്കും തളർന്നു പോയ ഞരമ്പുകളെ കൃത്യമായിട്ട് നമ്മൾ കണ്ടെത്തും. അത് കണ്ടെത്തിയതിനു ശേഷമാണ് നമ്മൾ അവർക്ക് ട്രീറ്റ്മെന്റ്. അപ്പൊ ഏതൊക്കെ ഭാഗങ്ങളാണ് അവർക്ക് ട്രാക്ക് വ്യത്യസ്തം വന്നിട്ടുള്ളത്, നമ്മളെ സബ്സ്ക്രിപ്ഷൻ കുറവായിട്ടുള്ള ആ ട്രാക്കിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവർ ട്രീറ്റ്മെന്റ് എടുക്കണം. അതുകൊണ്ടാണ് അവര് പ്രത്യേകിച്ചും പെട്ടെന്ന് റിക്കവർ ആവും. മറ്റെന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ മരുന്ന് കൊടുത്തിട്ടാണ് അവര് ഞരമ്പുകൾ ഉണർത്തുന്നത്. പക്ഷെ നമ്മൾ ഞരമ്പുകൾ ഉണർത്തി കഴിഞ്ഞാൽ ആ ഞരമ്പിനെ നമ്മൾ ട്രാക്കിൽ അറിയണം, കറക്റ്റ് ഫ്ലോയിലേക്ക്. സൈഡ് എഫക്റ്റും കിട്ടി മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നശിച്ചു പോകുന്നത് അറിയാലോ. ഇപ്പൊ നമുക്ക് വർഷങ്ങളായിപ്പോ നമുക്ക് ഇവിടെ നാട്ടില് നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പൊതുവെ നമുക്ക് അറിയാലോ, എല്ലാവരും മരുന്നിന് അഡിക്റ്റ് ആയിരിക്കില്ല. അപ്പൊ അതിനൊക്കെ നമ്മള് മറ്റുള്ള ആളുകളൊക്കെ ഇനി മോചിതരാകും. അപ്പോൾ നമ്മളൊക്കെ കൊണ്ട് കഴിയുന്ന വിധം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇതിന് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ഈ 10 വർഷം അതുപോലെ ഒരുപാട് വർഷം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ കഴിയുന്ന ആൾക്കാര്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ചികിത്സിച്ച് മാറ്റിക്കുമ്പോ ഒരുപാട് എമൗണ്ട് ആവുന്നുണ്ട്. എക്സ്പെൻസ് അങ്ങനെയൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഫാമിലിയും മനസ്സിലാക്കി ഇപ്പൊ ഇല്ല അവരെ സാമ്പത്തികം വളരെ ഡൗൺ ആണെങ്കിലും അവരോട് വന്ന് നമ്മൾ ചെയ്തു ട്രീറ്റ്മെന്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തത് അത് നമ്മൾ ചെറിയൊരു എക്സ്പെൻസ് മേടിക്കണം. കാരണം ഇവിടുത്തെ അറിയാലോ ചെറിയൊരു തുക മാത്രം. നമ്മൾ അങ്ങനെ ആർക്കും കുറിച്ച് പറയുന്നില്ല. അപ്പൊ അവരെ മനസ്സിലാക്കി ഓരോ വ്യക്തികൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൃത്യമായി കൊടുക്കും, നിർദ്ദേശങ്ങൾ കൊടുക്കും. ഭാവിയിലേക്ക് അവർക്ക് എന്താ പറയാ ആ പഴയ മോഡിലേക്ക് വന്നു. ഈ സംഭവം എന്താണ്? ഇത് സ്റ്റീം ബാത്ത്.
സ്റ്റീം ബാത്ത് എന്ന ബോക്സ് ആണ് ഇത്. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള നീർക്കെട്ടിനെ പുറന്തള്ളുന്നു. സ്റ്റീം ബാത്ത് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ റീഫ്രഷ് ആവും, ഫുൾ ബോഡി റീഫ്രഷ് ആവും. നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ഉന്മേഷക്കുറവ്, ഉത്തേജകക്കുറവ്, ശരീരത്തെ ഞരമ്പുകളെ പ്രവർത്തിക്കുന്ന സിസ്റ്റമാണ്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമ്മൾ കൊളസ്ട്രോൾ വരെ നമുക്ക് പുറന്തള്ളി പോകും. ഇത് ഒരു രോഗിനെ ചികിത്സിച്ചതിന് ശേഷം അത് ചെയ്തിട്ടേക്കും കൂടെ വിടുന്നുണ്ട്. അത് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് ആളെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തന്നെ അറിയാൻ പറ്റും ബോഡി നല്ല റിലീഫ് ആവും, നമ്മൾ വെയിറ്റ് ലോസ് ആയി തോന്നും. അതൊക്കെയാണ് അതിന്റെ പ്രത്യേകത. ശരിക്കും ഒരു ഫുൾ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീം ബാത്തിങ് ചെയ്യണം. അപ്പോഴേ നമ്മൾ ആ ബോഡിയെ കുറിച്ച് നമുക്ക് നമ്മുടെ ബോഡിയുള്ളത് മനസ്സിലാവുള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് സ്പെഷ്യലായിട്ട്. ഇത് മാത്രമല്ല, നമ്മുടെ മർമ്മസംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ വെച്ചാണ് നമ്മൾ ആ വ്യക്തിയെ മനസ്സിലാക്കിയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങള് ഇതിന്റെ ഇടയിൽ പറഞ്ഞ ആരൊക്കെയുള്ള നാട്ടിൽ പറയുന്ന പുറത്തൊക്കെ വേണ്ടി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ഞാൻ പുറത്ത് പോയിട്ട് കൊടുക്കുന്നത് പ്രായമായവർക്ക് വേണ്ടി ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിനുള്ളിൽ നമ്മൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാത്തവർക്ക് പോയിട്ട് നമ്മൾ അവിടെ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്.